ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് വാഹനങ്ങൾ സാധാരണ വാഹനങ്ങളെ അപേക്ഷിച്ച് വില കൂടിയവയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാലും ആളുകൾ അവ വാങ്ങുവാനായി മുന്നോട്ട് വരുന്നത് അവയുടെ ലോ റണ്ണിംഗ് കോസ്റ്റ്, അഡ്വാൻസ് ടെക്നോളജി, അതുപോലെ തന്നെ കുറഞ്ഞ മെയിൻ്റനൻസ് തുടങ്ങിയ ഘടകങ്ങൾ മൂലമാണ്. ഇലക്ട്രിക് മോട്ടോറുകൾ എഞ്ചിനുകളെ അപേക്ഷിച്ച് വളരെ കാലം ഒരു കുഴപ്പവുമില്ലാതെ വർക്ക് ചെയ്യാനും കഴിയുന്നവയാണ്. അവയിൽ ഏകദേശം 100 മടങ്ങ് മൂവിംഗ് പാർട്സ് കുറവാണ്. മൂവിംഗ് പാർട്സ് കുറവാണ് എന്നതിനർത്ഥം അവയ്ക്ക് മെയിൻ്റനൻസ് ആവശ്യമില്ല എന്നല്ല. ഈ ഒരു വീഡിയോയിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായി വരുന്ന മെയിൻ്റനൻസുകൾ എന്തൊക്കെയാണെന്നും ഇത് സാധാരണ വാഹനങ്ങളെ അപേക്ഷിച്ച് എത്ര എക്സ്പെൻസീവ് ആണെന്നും മനസ്സിലാക്കാം. ഇലക്ട്രിക് വാഹനങ്ങൾ എത്ര നാൾ കൂടുമ്പോൾ സർവീസ് ചെയ്യണം? സേഫ്റ്റി നിലനിർത്താനും ഡാമേജുകൾ കുറയ്ക്കാനും എല്ലാ വാഹനങ്ങളും സർവീസ് ചെയ്യണം. സർവീസ് ഇന്റർവെലുകൾ മേക്ക് ആൻഡ് മോഡൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിളായി ടെസ്ല ജനറൽ സർവീസിംഗിന് പകരം ഓരോ പാർട്സും ചെക്ക് ചെയ്യേണ്ട ഇന്റർവെൽ ആണ് മെൻഷൻ ചെയ്യാറ്. നിങ്ങളുടെ വാഹനം എപ്പോഴൊക്കെയാണ് സർവീസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഓണേഴ്സ് മാനുവലിൽ നൽകിയിട്ടുണ്ടാകും. മൂവിംഗ് പാർട്സ് കുറവായതിനാൽ തന്നെ സാധാരണ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ സർവീസ് ചെയ്യേണ്ടുന്ന ഫ്രീക്വൻസി കുറവാണ്. ഇലക്ട്രിക് വാഹനങ്ങളിലെ ഏറ്റവും ചെലവേറിയ ഭാഗമായ ബാറ്ററികൾക്ക് സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ ആവശ്യമാണല്ലോ. അവയുടെ ആരോഗ്യം സംരക്ഷിക്കുക വഴി ഇലക്ട്രിക് വാഹന മെയിൻ്റനൻസ് ചെലവുകൾ ഒരു പരിധിവരെ കുറയ്ക്കാം. ബാറ്ററികളുടെ ലൈഫ് കൂട്ടുവാനുള്ള ടിപ്സ് അടങ്ങിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുമല്ലോ. മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. മോസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ മെയിൻ്റനൻസ് വർക്കുകളും EV സ്പെസിഫിക് അല്ല. കാരണം ഒട്ടുമിക്ക സിസ്റ്റവും സാധാരണ വാഹനങ്ങളിൽ ഉള്ളത് തന്നെയാണ്. എങ്കിലും സാധാരണ വാഹനങ്ങളിൽ ആവശ്യമായി വരുന്ന ഓയിൽ ചേഞ്ചും ഫിൽട്ടർ റീപ്ലേസ്മെന്റും ഒന്നും ഇവിടെ ആവശ്യമില്ല. കൂളിംഗ് സിസ്റ്റം. ഇലക്ട്രിക് ബാറ്ററിയുടെ ടെമ്പറേച്ചർ ഒരു ഒപ്റ്റിമം റേഞ്ചിൽ നിലനിർത്താനായി ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവയിലെ കൂളന്റ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതായി വന്നേക്കാം. ഷെവർലെ ബോൾട്ട് എന്ന മോഡലിന് 2,40,000 കിലോമീറ്റർ ആകുമ്പോഴാണ് ഈ ചേഞ്ച് ആവശ്യമായി വരാറ്. എന്നാൽ ടെസ്ല മോഡൽ 3 നോക്കുകയാണെങ്കിൽ കൂളന്റ് ലെവൽ കുറയുകയാണെങ്കിൽ മാത്രമാണ് കൂളിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമായി വരികയുള്ളൂ. ക്യാബിൻ എയർ ഫിൽട്ടേഴ്സ്. നമ്മുടെ ക്യാബിനിലേക്ക് എയർ നൽകുന്ന ഫിൽട്ടേഴ്സ് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചേക്കാം. വിവിധ മോഡലുകൾ അനുസരിച്ച് 2 മുതൽ 3 വർഷത്തിനുള്ളിൽ ഇവ ചേഞ്ച് ചെയ്യണം. വൈപ്പേഴ്സ് ആൻഡ് വാഷർ ഫ്ലൂയിഡ്. സാധാരണ വാഹനങ്ങളിലെ പോലെ തന്നെ വൈപ്പർ ബ്ലേഡുകളും വാഷർ ഫ്ലൂയിഡും EVയുടെ കേസിലും കൃത്യമായ മെയിൻ്റനൻസ് ആവശ്യമായവ ആണ്. ടയേഴ്സ്. ടയർ പ്രഷർ ചെക്ക് ചെയ്യുക, ആവശ്യമെങ്കിൽ ടയർ തന്നെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് എല്ലാ വാഹനങ്ങളിലും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. വീൽ ബാലൻസിംഗ് അവയുടെ ഷെഡ്യൂൾ അനുസരിച്ച് ചെയ്യാനും മറക്കാതിരിക്കാം. ബ്രേക്സ്, ബ്രേക്ക് ഫ്ലൂയിഡ് ആൻഡ് പാഡ്സ്. ഇലക്ട്രിക് വാഹനങ്ങളിലെ ബ്രേക്ക് സിസ്റ്റം സാധാരണ വാഹനങ്ങളിലെ പോലെ തന്നെയാണ്. എന്നിരുന്നാലും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നത് മൂലം ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ സാധാരണ വാഹനങ്ങളെ അപേക്ഷിച്ച് EV ബ്രേക്കിംഗ് തേയ്മാനം കുറവായിരിക്കുകയും മെയിൻ്റനൻസ് കുറച്ചുകൂടി കഴിഞ്ഞ് ചെയ്താലും മതിയാകും. കാർ ബോഡി മെയിൻ്റനൻസ്. കാർ വാഷിംഗ്, പെയിന്റ് പ്രൊട്ടക്ഷൻ, വാക്സിംഗ് തുടങ്ങിയവയെല്ലാം മറ്റു വാഹനങ്ങളെ പോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ചെയ്യാം. ഈസ് മെയിൻ്റനൻസ് എക്സ്പെൻസീവ് ഓൺ ആൻ ഇലക്ട്രിക് കാർ? മൂവിംഗ് പാർട്സ് കുറവായതിനാൽ ഇലക്ട്രിക് വാഹന മെയിൻ്റനൻസ് കോസ്റ്റുകൾ കുറവാണ്. റെഗുലർ മെയിൻ്റനൻസുകൾ മാത്രമാണെങ്കിൽ സാധാരണ വാഹനങ്ങൾക്കാണ് കോസ്റ്റ് കൂടുതലായി വരിക. എന്നിരുന്നാലും എന്തെങ്കിലും സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവയുടെ റിപ്പയർ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. സോ ഇലക്ട്രിക് വാഹന റെഗുലർ മെയിൻ്റനൻസ് കോസ്റ്റുകൾ കുറവാണ്, താങ്ക്സ് ടു ഫ്യൂവർ മൂവിംഗ് പാർട്സ് ആൻഡ് നോ നീഡ് ഫോർ ഓയിൽ ചേഞ്ചസ്. പക്ഷേ ബ്രേക്ക്, ടയർ, ബാറ്ററി തുടങ്ങിയ കോമ്പണൻസുകൾക്ക് റെഗുലർ ആയിട്ടുള്ള മെയിൻ്റനൻസുകൾ ആവശ്യമാണ്. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ്റനൻസ് കോസ്റ്റുകൾ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ആൻഡ് കീപ് യുവർ EV റണ്ണിംഗ് സ്മൂത്ത്ലി.